നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനായി ഇന്ത്യ ഒരുങ്ങുമ്പോൾ ദേശവിരുദ്ധ ശക്തികളിൽ നിന്നുള്ള ഭീകര ഭീഷണികൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് രാജ്യമെമ്പാടും സുരക്ഷ പുനഃക്രമീകരിച്ചു. കർശനമായ എൻഫോഴ്സ്മെന്റ്, ഭീകരവിരുദ്ധ സ്ക്വാഡുകളുടെ വിന്യാസം, സുരക്ഷാ ചെക്ക് പോസ്റ്റുകൾ എന്നിവ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാ സേനകൾ അതീവ ജാഗ്രതയിലാണ്. പ്രത്യേക സുരക്ഷാ പ്രോട്ടോകോളുകൾ ഏർപ്പെടുത്തി. നിരവധി ഇന്ത്യൻ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഇന്റലിജൻസ് ഏജൻസികൾ 2626 എന്ന കോഡ് സന്ദേശം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വരാനിരിക്കുന്ന ഒരു വലിയ ഭീഷണിയെയാണ് സൂചിപ്പിക്കുന്നത്. പഞ്ചാബ്, ജമ്മു കാശ്മീർ, രാജസ്ഥാൻ അതിർത്തികൾ വഴി ഡ്രോണുകൾ ഉപയോഗിച്ച് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കടത്താൻ സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഡ്രോണുകൾക്ക് പുറമെ പാരാഗ്ലൈഡറുകളും ഹാങ് ഗ്ലൈഡറുകളും ഉപയോഗിച്ച് ഭീകരർ നുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ടെന്ന് വിവരമുണ്ട്. പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബ, സിഖ് തീവ്രവാദ ഗ്രൂപ്പുകൾ തുടങ്ങിയവർ ഇതിനായി ഉപകരണങ്ങൾ ശേഖരിച്ചതായാണ് സൂചന. ലഷ്കർ-ഇ-തോയ്ബ കടൽമാർഗം ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വാട്ടർ ഫോഴ്സ് രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ലഷ്കർ നടത്തുന്നുണ്ട്. ലഷ്കറും അതിന്റെ രാഷ്ട്രീയ മുഖമായ പാകിസ്ഥാൻ മർക്കാസി മുസ്ലിം ലീഗുമാണ് വാട്ടർ ഫോഴ്സിന്റെ പിന്നിൽ. ലഷ്കർ കമാൻഡർ ഹാരിസ് ദറിനാണ് പുതിയ വിഭാഗത്തിന്റെ ചുമതല. ഭീകരർക്ക് കഠിനമായ പരിശീലനം നൽകുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. സ്കൂബ ഡൈവിംഗ്, അതിവേഗ ബോട്ടുകൾ കൈകാര്യം ചെയ്യൽ, വെള്ളത്തിനടിയിലെ ഓപ്പറേഷനുകൾ എന്നിവയിലാണ് പ്രധാനമായും പരിശീലനം നൽകുന്നത്. പരിശീലന പരിപാടികൾ ഹാരിസ് ദാർ നേരിട്ട് വിലയിരുത്തുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മറ്റൊരു ലഷ്കർ കമാൻഡർ വാട്ടർ ഫോഴ്സ് തയ്യാറാക്കുന്നതായി പരസ്യമായി സമ്മതിക്കുന്നതും വീഡിയോയിൽ കാണാം. ഉത്തരവാദിത്തം തനിക്ക് നൽകിയിട്ടുണ്ടെന്നും 3 തഹസിൽ മേഖലകളിലായി പരിശീലന പരിപാടികൾ നടത്തിയെന്നും ആ സമയത്ത് 135 യുവാക്കൾക്ക് ബോട്ട് കൈകാര്യം ചെയ്യുന്നതിൽ പരിശീലനം നൽകിയെന്നും കമാൻഡർ അവകാശപ്പെടുന്നുമുണ്ട്. പദ്ധതിക്കായി 135 കൊടും ഭീകരരെ ഇതിനോടകം റിക്രൂട്ട് ചെയ്തതായി വീഡിയോയിൽ മറ്റൊരു ഭീകരൻ അവകാശപ്പെടുന്നു. ലഷ്കറിന്റെ രാഷ്ട്രീയ മുഖമായ പാകിസ്ഥാൻ മർക്കാസി മുസ്ലിം ലീഗും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന. കടൽമാർഗമുള്ള ആക്രമണങ്ങൾ നടത്തുമെന്ന് ഇന്ത്യയെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും 26/11 പോലുള്ള ആക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത ലഷ്കർ-ഇ-തോയ്ബ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള ഖാലിദ് കസൂരിയുടെ പ്രകോപനപരമായ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവവികാസങ്ങൾ. 2025 പാകിസ്ഥാൻ ആകാശം ഭരിക്കുന്ന വർഷമായിരിക്കുമെന്നും 2026 കടലുകൾ ഭരിക്കുന്ന വർഷമായിരിക്കുമെന്നും കസൂരി മുരിദ് കെയിൽ വീമ്പിളക്കിയിരുന്നു. ദൃശ്യങ്ങളുടെ ആധികാരികത ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. ഇതിന് പിന്നാലെയാണ് വാട്ടർ ഫോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. പ്രചരിക്കുന്ന ദൃശ്യങ്ങളുടെ ആധികാരികത ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ വ്യോമസേന പരാജയപ്പെട്ടതിനെ തുടർന്ന് കസൂരി പുതിയ ഭീഷണികൾ പുറപ്പെടുവിച്ചതായി പറയപ്പെടുന്നു. ഇത്തവണ ഇന്ത്യൻ നാവികസേനയെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. സുരക്ഷാ ഏജൻസികൾ ഈ സംഭവവികാസങ്ങളെ ഗുരുതരമായ സമുദ്ര ഭീകര ഭീഷണിയായാണ് കാണുന്നത്. പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് സംരക്ഷണം നൽകുന്നുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നതിനെ ഈ വീഡിയോ വീണ്ടും തുറന്നുകാട്ടുന്നുവെന്ന് ഏജൻസികൾ പറയുന്നു. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ അശാന്തി സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ഭീകര ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നു എന്ന ഇന്ത്യയുടെ ദീർഘകാല ആരോപണത്തെ ഇത് ശക്തിപ്പെടുത്തുകയാണ്. തുറന്ന റിക്രൂട്ട്മെന്റ്, പരിശീലനം, ഭീകരവാദ തയ്യാറെടുപ്പുകൾ എന്നിവയുടെ നിർണായക തെളിവാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നതെന്നും സമുദ്രമാർഗങ്ങളിലൂടെ ആക്രമണം നടത്താനുള്ള ഗൂഢാലോചനയുടെ തെളിവായി ഇതിനെ കണക്കാക്കുന്നുണ്ടെന്നും ഏജൻസികൾ പറയുന്നു. ഏതായാലും ജനുവരി 26 പശ്ചാത്തലത്തിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന ഡൽഹിയിൽ സുരക്ഷയ്ക്കായി ഇതാദ്യമായി AI അധിഷ്ഠിത സ്മാർട്ട് ഗ്ലാസുകൾ പോലീസ് ഉപയോഗിക്കും. തിരക്കുള്ള സ്ഥലങ്ങളിൽ ക്രിമിനലുകളെയും സംശയാസ്പദമായ വ്യക്തികളെയും തത്സമയം തിരിച്ചറിയാൻ ഇത് സഹായിക്കും. ഉദ്യോഗസ്ഥരുടെ ഫോണിലെ ഡാറ്റാബേസുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ഗ്ലാസിലൂടെ നോക്കുമ്പോൾ കുറ്റകൃത്യ പശ്ചാത്തലം ഇല്ലാത്തവർക്ക് ചുറ്റും പച്ച ബോക്സും സംശയാസ്പദമായവർക്ക് ചുറ്റും ചുവന്ന ബോക്സും തെളിയും. രാത്രിയിലും കുറഞ്ഞ വെളിച്ചത്തിലും വ്യക്തമായ നിരീക്ഷണം സാധ്യമാക്കും. വ്യോമ നിരീക്ഷണത്തിനോടൊപ്പം താഴെത്തട്ടിലും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് രാജ്യം അതീവ ജാഗ്രതയിൽ തന്നെ. പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഏകോപിത ആക്രമണങ്ങളോ ചാവേർ ആക്രമണങ്ങളോ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് നിരവധി രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പബ്ലിക് ദിന പരേഡുകളിലോ അയോധ്യയിലെ പുണ്യരാമ ക്ഷേത്രത്തിലോ ഡൽഹിയിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തേക്കാമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഡൽഹിയിൽ മാത്രമല്ല, രാജ്യത്തുടനീളമുള്ള മറ്റ് പ്രധാന സ്ഥലങ്ങളിലും
പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ നിരവധി പ്രധാന സ്ഥലങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്റലിജൻസ് ഏജൻസികൾ ഡിജിറ്റൽ മേഖല ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും 26-26 സന്ദേശത്തിന്റെ ഉത്ഭവം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഭീകര സംഘടനകളായ ജെയ്ഷ് ഇ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ എന്നിവയുടെ പ്രമുഖ നേതാക്കൾ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഈ സന്ദേശങ്ങൾ വന്നിട്ടുള്ളത്. പാകിസ്ഥാന്റെ ISI ഇന്റർ സർവീസ് ഇന്റലിജൻസ് മുകളിൽ പറഞ്ഞ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ചേർന്ന് ഒരു ഏകോപിത ആക്രമണം ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പഞ്ചാബുമായി ബന്ധമുള്ള ഗുണ്ടാ സംഘങ്ങളെയും വിഘടനവാദ ഗ്രൂപ്പുകളെയും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന് ഇമെയിൽ വഴി ജീവന് ഭീഷണി ലഭിച്ചതായി നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 2026 ജനുവരി 21 ഷിംല ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന്റെ ഔദ്യോഗിക ഇമെയിലിലേക്ക് ബോംബ് ഭീഷണി ഇമെയിലായി ലഭിച്ചതായാണ് പോലീസ് പറഞ്ഞത്. റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യമന്ത്രി സുഖു ദേശീയ പതാക ഉയർത്തിയാൽ അദ്ദേഹത്തിന് നേരെ മനുഷ്യബോംബ് ആക്രമണം ഉണ്ടാകുമെന്ന് ഇമെയിലിൽ പറഞ്ഞിരുന്നു. സംഭവത്തെക്കുറിച്ച് സൈബർ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഹിമാചൽ പ്രദേശ് പോലീസും അന്വേഷിക്കുന്നുണ്ട്. വ്യത്യസ്ത ഇമെയിൽ വിലാസങ്ങളിൽ സമാനമായ ഇമെയിലുകൾ ലഭിച്ചതായും വിഷയം അന്വേഷണത്തിലാണെന്നും ഷിംല SP സഞ്ജീവ് കുമാർ ഗാന്ധി പറഞ്ഞു. ജമ്മു കാശ്മീരിലെ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് ശ്രീനഗറിലെ ഭക്ഷി സ്റ്റേഡിയം ആതിഥേയത്വം വഹിക്കാൻ പോകുന്നു. അവന്യൂവിന്റെ പരിധിക്കകത്ത് നിരവധി സുരക്ഷാ തടസ്സങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ, കരസേനാംഗങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രതിരോധ സേനകളെ നിരവധി സ്ഥലങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. മേഖലയിലുടനീളം തീവ്രവാദ ആക്രമണ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ബാരാമുള്ള, പഹൽഗാം തുടങ്ങിയ സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ സുരക്ഷാ സേന സാന്നിധ്യം വർദ്ധിപ്പിച്ചു. തബാർ റോഡിന് സമീപം ഒരു ഇംപ്രവൈസ്ഡ് സ്ഫോടക വസ്തു കണ്ടെത്തിയെങ്കിലും സുരക്ഷാ സേന അത് നിയന്ത്രിത രീതിയിലാണ് പൊട്ടിത്തെറിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പ്രദേശത്തിന്റെ സെൻസിറ്റിവിറ്റി കണക്കിലെടുത്ത് പ്രതിരോധ മന്ത്രാലയത്തിനും ആഭ്യന്തര മന്ത്രാലയത്തിനും കീഴിലുള്ള ഇന്ത്യൻ സുരക്ഷാ സേന അതിർത്തി പ്രദേശത്ത് പട്രോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിയന്ത്രണ രേഖയിലെ സുരക്ഷാ ഏജൻസികളെയും അതീവ ജാഗ്രതയിൽ നിർത്തിയിരിക്കുകയാണ്. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.